മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രീതി ജോസഫ്. ഭാഷാശുദ്ധി എന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കുന്നവരുണ്ട്. കാര്യം മനസ്സിലായാൽ പോരെ എന്നൊരു ചോദ്യവും ചോദിക്കും. നാം എഴുതുകയും പറയുകയും ചെയ്യുന്ന മലയാളത്തിൽ അല്പമൊന്ന് ശ്രദ്ധ വച്ചാൽ ഭാഷാശുദ്ധി എന്ന ഗുണം കൈവരുത്താവുന്നതേയുള്ളൂ. ഉദാഹരണത്തിന്, ആ മഹാപ്രതിഭയുടെ പിതാവ് ബാല്യത്തിലേ മരിച്ചു എന്ന് വായിക്കുമ്പോൾ മരിച്ചത് പിതാവിന്റെ ബാല്യത്തിലോ എന്ന സംശയം ഉയർന്നുവരും. പിതാവ് ആ മഹാപ്രതിഭയുടെ ബാല്യത്തിലെ മരിച്ചു എന്ന് വാക്യത്തെ മാറ്റിയാൽ ഈ ആശയക്കുഴപ്പം മാറിക്കിട്ടും. സന്ധി ചേർത്തും ഇണ പിരിക്കാതെയും എഴുതേണ്ട ചില വാക്കുകളുണ്ട്. നായ ഓടിപ്പോയി, ഓടി പോയി എന്ന് അകറ്റി എഴുതിയാൽ ആശയക്ലിഷ്ടതയുണ്ടാവും. ഭാഷാശുദ്ധി ഇല്ലാതെയും വരും. അവൾ അതെല്ലാം അയാളോട് പറഞ്ഞുകൊടുത്തു എന്ന വാക്യത്തിൽ പറഞ്ഞു കൊടുത്തു എന്ന വാക്കുകൾ അകറ്റി എഴുതുന്നത് ഉചിതമല്ല. പറഞ്ഞുകൊടുത്തു എന്ന് അടുപ്പിച്ചാണ് എഴുതേണ്ടത്. അയാൾ കുട്ടിയെ വാരിയെടുത്തു, വാരി എടുത്തു എന്നായാലുള്ള അഭംഗി വ്യക്തമാണല്ലോ. വാരിയെടുത്തു എന്ന് ഒന്നിച്ചാണ് എഴുതേണ്ടത്. അവർ വന്നു ചേർന്നു, വന്നു ചേർന്നു എന്ന് പിരിച്ചെഴുതുമ്പോൾ ഉദ്ദിഷ്ടമായ അർത്ഥം കിട്ടാതെയും ആ പ്രയോഗത്തിന് ഭംഗിയില്ലാതെയും വരുന്നു. കുറഞ്ഞത് 10 പേരെങ്കിലും പോകണം. ഇത് ഒരേ കാര്യം ആവർത്തിച്ച് പറയലാണ്. പൗനരുക്ത്യ ദോഷം എന്ന് പറയും. ഈ വാക്യത്തെ 2 രീതിയിൽ ശരിയാക്കി എഴുതാം. ഒന്നുകിൽ കുറഞ്ഞത് 10 പേർ പോകണം, ഇല്ലെങ്കിൽ 10 പേരെങ്കിലും പോകണം. പെട്ടെന്നുണ്ടായ മകളുടെ മരണം അയാളെ തളർത്തി. പെട്ടെന്നുണ്ടായ മകളുടെ എന്ന് കേട്ടാൽ പെട്ടെന്നുണ്ടായത് മരണമാണോ മകളാണോ എന്ന് ശങ്ക ജനിക്കും. മകളുടെ പെട്ടെന്നുണ്ടായ മരണം അയാളെ തളർത്തി എന്നായാൽ ഭാഷ ശുദ്ധമായി. സാംസ്കാരികപരമായി, രാഷ്ട്രീയപരമായി എന്നൊക്കെ പ്രയോഗിക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ അർത്ഥമറിഞ്ഞാൽ മാത്രം മതി. സംസ്കാരത്തെ സംബന്ധിച്ചതാണ് സാംസ്കാരികം. അതിനാൽ സാംസ്കാരികമായി മതി, സാംസ്കാരികപരമായി വേണ്ട. രാഷ്ട്രീയമായി മതി, രാഷ്ട്രീയപരമായി ആവശ്യമില്ല. സാമൂഹ്യ പ്രതിബദ്ധതയല്ല, സാമൂഹിക പ്രതിബദ്ധതയാണ് വേണ്ടത്. അതുപോലെ ആസ്വാദ്യകരം വേണ്ട, ആസ്വാദ്യം മതി. ആസ്വദിക്കാവുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആസ്വാദ്യം ധാരാളം. കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കും അപ്പോഴേ ഭാഷയും ആസ്വാദ്യമായി മാറും. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.